ബംഗാൾ വിഭജനത്തെ എതിർക്കാൻ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒറ്റക്കെട്ടായി ആലപിച്ച വന്ദേമാതര ഗീതം ഇപ്പോഴെങ്ങനെയാണ് വിലക്കപ്പെട്ട കനിയായതെന്ന് വ്യക്തമാക്കാൻ വി.ഡി. സതീശൻ തയ്യാറാകണമെന്ന് ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസ്. ഭാരതീയ ജനതാ പാർട്ടി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച വന്ദേമാതര സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 1947 ഭാരത വിഭജനത്തിനു മുൻപ് വന്ദേമാതരം ഗീതത്തെ വിഭജിച്ചതിനു സമാനമാണ് ഇപ്പോഴത്തെ നീക്കമെന്നും ഭാരത പാർലമെന്റ് പാസാക്കിയ നിയമത്തെ ഒരു സംസ്ഥാന സർക്കാർ ലംഘിക്കുന്നത് സമാനതകളില്ലാത്ത സംഭവമാണെന്നും ബംഗാൾ വിഭജനത്തെ എതിർക്കാൻ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒറ്റക്കെട്ടായി ആലപിച്ച വന്ദേമാതര ഗീതം ഇപ്പോഴെങ്ങനെയാണ് വിലക്കപ്പെട്ട കനിയായതെന്ന് വ്യക്തമാക്കാൻ വി.ഡി. സതീശൻ തയ്യാറാകണമെന്നും പി.കെ. കൃഷ്ണദാസ് പറഞ്ഞു. വികസന വിരുദ്ധതയും വിഭജന രാഷ്ട്രീയവുമാണ് ഇരു മുന്നണികളുടെയും മുഖമുദ്രയെന്നും ഭാരതത്തെ വിഭജിക്കാൻ കോൺഗ്രസും മുസ്ലിം ലീഗും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വീണ്ടും ഒരുമിക്കുകയാണെന്നും ഇതിനെതിരെ ദേശസ്നേഹികൾ പ്രതിഷേധിക്കണമെന്നും പി.കെ. കൃഷ്ണദാസ് വ്യക്തമാക്കി. വിഭജനത്തിന്റെ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരെ ദേശസ്നേഹികളായിട്ടുള്ള ബംഗാളിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഗംഗാ സ്നാനം നടത്തി പരസ്പരം രാഖി ബന്ധിച്ച് ദേശഭക്തി ഗാനമായ വന്ദേമാതര ഗാനം ആവേശത്തോടുകൂടി ആലപിച്ചുകൊണ്ട് പൊതുരംഗത്തിറങ്ങി പ്രക്ഷോഭവുമായി ഇറങ്ങി മുഴുവൻ ജനങ്ങളും ഒന്നിച്ച് ഹിന്ദുക്കളില്ല, മുസ്ലിങ്ങളില്ല, ജാതിയില്ല, മതമില്ല, മുഴുവൻ ഭാരതീയരാണ് എന്ന ഭാവത്തോടുകൂടി വന്ദേമാതര ഗാനം ആലപിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ വിഭജനത്തിന്റെ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരെ ബംഗാൾ വിഭജനത്തിനെതിരെ പ്രിയമുള്ളവരെ അതിശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. അപ്പോഴാണ് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായത് ഞങ്ങളുടെ വിഭജനത്തിന്റെ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തെ തകർക്കുന്നത് ഈ വന്ദേമാതര ഗാനം. ഈ വന്ദേമാതര ഗാനത്തിന്റെ മാസ്മര ശക്തിയാണ് ഇന്ത്യയിലെ ജനങ്ങളെ ജാതിക്കും മതത്തിനും അതീതമായി ഒന്നിപ്പിക്കുന്നത്. വിഭജനത്തിന്റെ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയക്കാരായ ബ്രിട്ടീഷുകാരാണ് ആദ്യം ഈ വന്ദേമാതര ഗാനം നിരോധിച്ചത്. ഇപ്പോഴ് അതേ വിഭജനത്തിന്റെ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയത്തിന്റെ ഉടമകളായ മുസ്ലിം ലീഗ്, ജമാഅത്ത് ഇസ്ലാമി, മാർക്സിസ്റ്റ് പാർട്ടി, കോൺഗ്രസ് അവരെല്ലാവരും ചേർന്ന് വീണ്ടും ഈ വന്ദേമാതര ഗാനം നിരോധിച്ചിരിക്കുകയാണ്. അപ്പൊ ഇവരുടെ ഇതിന് പിന്നിൽ അജണ്ട എന്താ? വിഭജനത്തിന്റെ രാഷ്ട്രീയ, ഭിന്നിപ്പിന്റെ രാഷ്ട്രീയ. എന്നാൽ വന്ദേമാതര ഗാനം ആലപിക്കണമെന്ന് പറയുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ രാഷ്ട്രീയം ഒന്നിപ്പിക്കുന്നതിന് രാഷ്ട്രീയമാണ്, ദേശസ്നേഹത്തിന്റെ രാഷ്ട്രീയമാണ്, ദേശഭക്തിയുടെ രാഷ്ട്രീയമാണ്. പ്രിയമുള്ളവരെ, ബി.ജെ.പി. കർണാടക ലീഗൽ സെൽ അംഗം അഡ്വക്കേറ്റ് സഹന കുന്ദർ മുഖ്യപ്രഭാഷണം നടത്തി. ബി.ജെ.പി. കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് എം.എൽ. അശ്വിനി അധ്യക്ഷത വഹിച്ചു. ബി.ജെ.പി. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ വി. രവീന്ദ്രൻ, സവിത ടീച്ചർ, രാമപ്പ മഞ്ചേശ്വര, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ പി.ആർ. സുനിൽ, മനുലാൽ മേലത്ത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.